തിരൂരങ്ങാടിയിൽ നിന്നും കാണാതായ 72 വയസ്സുള്ള ഉമ്മയെ ഇതുവരെ കണ്ടെത്താനായില്ല. കാണാതായി 4 ദിവസമായിട്ടും എവിടെയെന്നറിയാതെ പോലീസും നാട്ടുകാരും സന്നദ്ധ സേനാ അംഗങ്ങളും. തിരൂരങ്ങാടി പനമ്പുഴ റോട്ടിൽ താമസിക്കുന്ന 72 വയസ്സുള്ള റുക്കിയ എന്ന ഉമ്മയെ 21/6/2024 ഉച്ചയ്ക്ക് 3 മണി മുതൽ പനമ്പുഴ റോട്ടിലെ വീട്ടിൽ നിന്നും കാണാതായിട്ട് ഇന്നേക്ക് 4 ദിവസമായി. തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ്, തിരൂരങ്ങാടി ട്രോമ കെയർ പ്രവർത്തകർ, ആക്സിഡന്റ് റെസ്ക്യൂ പ്രവർത്തകർ, KET എമർജൻസി റെസ്ക്യൂ പ്രവർത്തകർ, നാട്ടുകാരും ചേർന്ന് 4 ദിവസമായി വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 4 ദിവസമായി തിരൂരങ്ങാടിയിൽ നിന്നും കാണാതായ 73 വയസ്സുള്ള റുക്കിയ എന്ന ഉമ്മയ്ക്ക് വേണ്ടി ഈ നാട് ഒരുമിച്ച് നിന്ന് തിരയാൻ തുടങ്ങിയിട്ട് വീട്ടുമുറ്റത്തു നിന്നും കാണാതായതാണ് ഈ ഉമ്മയെ. നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും, പോലീസും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തിരയാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഈ 4 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇവരുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഈ പനമ്പുഴ പാലത്തിൻ്റെ സൈഡിലുള്ള ഈ കാടുകളിൽ സാധ്യതയുണ്ട് എന്ന് മക്കൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് KET എമർജൻസി ടീമിൻ്റെ വളണ്ടിയേഴ്സ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരപ്പനങ്ങാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ട്രോമ കെയർ പരപ്പനങ്ങാടി യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രദേശത്തെ 100ഓളം CCTV ക്യാമറ പരിശോധിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് തിരൂരങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിജയിച്ചില്ല. പ്രദേശത്തെ 2 ദിവസമായി ശക്തമായ മഴയായിരുന്നു. ഇനിയുള്ള സംശയം ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴിയറിയാതെ പോയിട്ടുണ്ടോ എന്ന സംശയം മാത്രം. ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മയെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കുക. ന്യൂസ് ഡെസ്ക് താനൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.